ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഞ്ചാമത്തെ വരി, ലൗലൽ ഹവാ ലം തുരിഖ് ദമഅൻ അലാ തൊലലി വലാ റിഖ്ത ലിദിക്രിൽ ബാനി വൽ ആലമി. പ്രേമം ഉണ്ടായിട്ടില്ലെങ്കിൽ, ലൗലൽ ഹവാ പ്രേമമുണ്ടായിട്ടില്ലെങ്കിൽ, ലം തുരിഖ് ദമഅൻ നീ കണ്ണുനീർ വാർക്കുമായിരുന്നില്ല, അലാ തൊലലി ഇഷ്ടക്കാരുടെ വീടിന്റെ അവശിഷ്ടത്തെ ഓർത്തതിന്റെ പേരിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലെ വീടുകളുടെ അവശിഷ്ടം, അതിനെ ഓർത്തതിന്റെ പേരിൽ നീ കണ്ണുനീർ വാർക്കില്ല, നിനക്ക് സ്നേഹമുണ്ടായിട്ടില്ലെങ്കിൽ. വലാ റിഖ്ത ലിദിക്രിൽ ബാനി വൽ അലമി വൽ ആലമി. വലാ റിഖ്ത നീ ഉറക്കമൊഴിക്കുമായിരുന്നില്ല, ലിദിക്രിൽ ബാനി മുത്തുനബിയുടെ അടുത്തുള്ള പൈൻ മരത്തെ ഓർത്തതിനു വേണ്ടി, വൽ അലമി അവിടെയുള്ള പർവ്വതങ്ങളെയും ഓർത്തതിനു വേണ്ടി. നിനക്ക് പ്രേമമുണ്ടായിട്ടില്ലെങ്കിൽ നീ കണ്ണുനീർ വാർക്കുമായിരുന്നില്ല. ഫകൈഫ തുൻകിറു ഹബ്ബൻ ബഅദമാ ശഹിദത് ബിഹി അലൈക ഉദൂലുദ് ദംഇ വസ്സഖമി. നീ എങ്ങനെയാണ് ഈ പ്രേമത്തെ നിഷേധിക്കുക? നീ നിഷേധിക്കേണ്ടതില്ല, എനിക്ക് പ്രേമമില്ല എന്നൊന്നും പറയണ്ട. അതായത് ബുസൂരി ഇമാം തന്റെ നഫ്സിനെ അത് നിഷേധിക്കുന്നവനോട് തുല്യപ്പെടുത്തി പറയാണ്, നീ എങ്ങനെ പ്രേമത്തെ നിഷേധിക്കും? ബഅദമാ ശഹിദത് നിനക്ക് പ്രേമമുണ്ട്, ബിഹി അലൈക നിനക്ക് പ്രേമമുണ്ട് എന്ന് സാക്ഷി നിന്നതിനു ശേഷം, ഉദൂലുദ് ദംഇ വസ്സഖമി നിന്റെ രോഗവും നിന്റെ കണ്ണുനീരുമാകുന്ന നീതിമാന്മാർ നിനക്ക് സാക്ഷി നിന്നതിനു ശേഷം നീ എങ്ങനെ ഈ പ്രേമത്തെ നിഷേധിക്കും? വഅസ്ബതൽ വജ്ദു ഖത്തൈ അബ്റത്തിൻ വദന കണ്ണുനീരിന്റെയും അല്ലെങ്കിൽ വിലാപത്തിന്റെയും ദൗർബല്യത്തിന്റെയും രണ്ട് വരകൾ നിന്റെ പ്രേമം അലാ ഖദ്ദൈക നിന്റെ കവിളിന്റെ മേലെ കണ്ണുനീരിന്റെയും ദൗർബല്യത്തിന്റെയും രണ്ട് വരകൾ നിന്റെ കവിളിൽ നിന്റെ പ്രേമം സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. മിസലൽ ബഹാരി അലാ ഖദ്ദൈക വൽ അനമി മഞ്ഞ പനിനീറും ചുവപ്പ് പനിനീറും പോലെയുള്ള രണ്ട് വരകളാണ് നിന്റെ കവിളിൽ നബിയോടുള്ള പ്രേമം കരഞ്ഞതിന്റെ പേരിൽ നിന്റെ കവിളിൽ സ്ഥിരപ്പെടുത്തിയത്. കരഞ്ഞ് കരഞ്ഞ് ആ കരഞ്ഞ കണ്ണുനീരിന്റെ വരകൾ അത് ഇപ്പോഴും മാഞ്ഞിട്ടില്ല. അത് രണ്ട് വരകൾ നിന്റെ കവിളിൽ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിനക്ക് പ്രേമമുണ്ട് എന്നത് തീർച്ചയാണ്. ബുർദയുടെ 8-ാമത്തെ വരിയിൽ ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, നഅം സറാ തൈഫു മൻ അഹ്വാ ഫഅറഖനി വൽ ഹുബ്ബു യഅതരിദുൽ ലദ്ദാതി ബിൽ ആലമീൻ. ഒരു പ്രേമിക്കുന്നവൻ, പ്രേമിക്കപ്പെടുന്ന മുത്തുനബിയെ പ്രേമിക്കുന്നവൻ, മുത്തുനബിയുടെ പ്രദേശങ്ങളൊക്കെ ഓർത്തുകൊണ്ട് കരയുന്നവൻ, ആ കരയുന്നവൻ ആരാണ്? ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അവിടുന്ന് സംഭാഷണം നടത്തുകയാണ്. എന്നിട്ട് നിനക്ക് പ്രേമമുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. ശേഷം മഹാനവറുകൾ പറയുകയാണ്, നഅം സറാ തൈഫു മൻ അഹ്വാ ഫഅറഖനി. പ്രേമിക്കുന്നവൻ പ്രേമത്തെ ആദ്യം നിഷേധിക്കുമ്പോൾ നിനക്ക് പ്രേമമുണ്ട്, തീർച്ചയായും പ്രേമമുണ്ട് എന്നതിന് കണ്ണുനീരും അതുപോലെ മരിച്ചിലും രോഗങ്ങളും സാക്ഷിയാണല്ലോ എന്ന് തെളിവായി ചോദിച്ചതിന് ശേഷം ആ പ്രേമിക്കുന്നവൻ അനുരാഗി അത് സമ്മതിക്കുന്ന വചനമാണ് ശേഷം പറയുന്നത്, നഅം അതെ, ഞാൻ പ്രേമത്തെ നിഷേധിക്കുന്നില്ല. സറാ തൈഫു മൻ അഹ്വാ ഞാൻ പ്രേമിക്കുന്ന ഏതൊരുവരാണോ മുത്തുനബി, ആ മുത്തുനബിയോടുള്ള അനുരാഗം സഞ്ചരിച്ചിരിക്കുന്നു, എന്നിലൂടെ സഞ്ചരിച്ചിരിക്കുന്നവരോടുള്ള പ്രേമം എന്നിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഫഅറഖനി അത് എന്നെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്, എന്നെ ഉറക്കൊയിപ്പിച്ചിട്ടുണ്ട്. വൽ ഹുബ്ബു യഅതരിദുൽ ലദ്ദാതി ബിൽ ആലമി പ്രേമം അതിന്റെ വേദന കാരണം ആനന്ദത്തെ തടഞ്ഞു നിർത്തുന്നതാണ്. ആനന്ദം എനിക്ക് ലഭിക്കുന്നില്ല, എനിക്ക് മുത്തുനബിയെ കാണണം, മുത്തുനബിയെ ലഭിക്കണം.
ആ ലഭിക്കാത്തതിന്റെ പേരിലുള്ള വേദന ആനന്ദത്തെ എന്നെ തടഞ്ഞു നിർത്തുന്നു. ആ പ്രേമം എന്നെ ആനന്ദിക്കലിനെ തൊട്ട് തടഞ്ഞു നിർത്തുന്നു. 9-ാമത്തെ വചനം, യലാഇമി ഫിൽ ഹവൽ ഉദ്രി മഅ്ദിറതൻ മിന്നി ഇലൈക വലൗ അൻസഫ്ത ലം തലുമീ. അനിയന്ത്രിതമായ ശുദ്ധമായ ഈ പ്രേമത്തിൽ ആക്ഷേപിക്കുന്നവരെ മഅ്ദിറതൻ മിന്നി ഇലൈക, ഞാൻ നിങ്ങളോട് കാരണം എതിർ പറയുന്നു, നിങ്ങളോട് ഞാൻ ക്ഷമാപണം നടത്തുന്നു. വലൗ അൻസഫ്ത ലം തലുമീ, നീ എന്നോട് നീതി കാണിക്കുന്നുണ്ടെങ്കിൽ നീ എന്നെ ആക്ഷേപിക്കില്ല. നീ എന്നോട് നീതി കാണിക്കുന്നുണ്ടെങ്കിൽ ആക്ഷേപിക്കുന്നവരെ നിങ്ങളൊന്നും എന്നെ ആക്ഷേപിക്കില്ല. ഞാൻ ഈ പ്രേമിക്കുന്നത് എന്റെ മുത്തുനബിയെയാണ്. എന്റെ ഈ പ്രേമത്തിൽ നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ടതില്ല. അതത്ക ഹാലി അലാ സിർരി ബിമുസ്തതിരി അനിൽ വശാതി വലാ ദാഇ ബിമുൻഹസിമി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. 10-ാമത്തെ വചനത്തിൽ ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അദത്ക ഹാലി അലാ സിർരി ബിമുസ്തതിരി അനിൽ വശാതി വലാ ദാഇ ബിമുൻഹസിമി. അദത്ക ഹാലി, എന്റെ പ്രേമം, മുത്തുനബിയോടുള്ള എന്റെ പ്രേമം ഞാൻ മറച്ചു വെക്കുന്നില്ല. അദത്ക ഹാലി, എന്റെ അവസ്ഥ നിനക്ക് വിട്ടുകടന്നിട്ടുണ്ട്, നിനക്കെത്തിയിട്ടുണ്ട്. ലാ സിർരി ബിമുസ്തതിരി, ഞാൻ എന്റെ രഹസ്യം, എന്റെ മുത്തുനബിയോടുള്ള പ്രേമത്തെ എത്ര മറച്ചു വെച്ചാലും അത് മറയുകയില്ല. അനിൽ വുശാത്തി, ആക്ഷേപകരെ തൊട്ടും മറച്ചു വെക്കാൻ സാധ്യമല്ല. വലാ ദാഇ ബിമുൻഹസിമി, എന്റെ പ്രണയരോഗം അത് ഒരിക്കലും മുറിയുന്നതല്ല. മഹൽതനി നുസ്ഹ ലാകിൻ ലസ്തു അസ്മഉഹു ഇന്നൽ മുഹിബ്ബാനിൽ ഉദ്ദാലി ഫീ സമമി. ഞാൻ പ്രേമിച്ചു, ആകെ തളർന്നവശനായി മെലിയുന്നു, എനിക്ക് രോഗം ബാധിച്ചിരിക്കുന്നു. മുത്തുനബിയോടുള്ള പ്രേമം കാരണമായിട്ടാണ് എന്റെ രോഗം. മുത്തുനബിയോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഈ കണ്ണുനീർ വാർക്കുന്നത്, ഉറക്കൊഴിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് രോഗം ബാധിച്ചത്. മഹൽതനി നുസ്ഹ, നീ എന്നോട് ധാരാളം ഉപദേശങ്ങൾ നൽകുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പ്രേമിക്കണോ എന്ന്. ലാകിൻ ലസ്തു അസ്മഉഹു, പക്ഷേ ഞാനത് കേൾക്കുന്നില്ല. ഇന്നൽ മുഹിബ്ബാനിൽ ഉദ്ദാലി ഫീ സമമി, പ്രേമിക്കുന്നവൻ ഏത് ആക്ഷേപകരെ തൊട്ടും ഭദ്രതയിലായിരിക്കും. ഒരിക്കലും ആക്ഷേപകരുടെ ആക്ഷേപമൊന്നും പ്രേമിക്കുന്നവൻ ചിന്തിക്കുകയില്ല. ഇന്നിത്തഹംതു നഫ്സി ഹശ്ശൈബി ഫീ അദലി വശ്ശൈബു അബ്അദു ഫീ നുസ്ഹിൻ അനിത്തുഹമീ. ഇതിനേക്കാളും വലിയ ഉപദേശകൻ എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്നെ കുറ്റപ്പെടുത്തുന്ന വിഷയത്തിൽ നരയാകുന്ന ഉപദേശകനെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നരയാകുന്ന ഉപദേശകൻ എന്നോട് മരണമെടുത്തിട്ടുണ്ട് എന്ന വിഷയം ഉപദേശിച്ചപ്പോൾ ഞാൻ അതിനെ ആ ഉപദേശകന് അവന്റെ ആക്ഷേപത്തിൽ, ഞാൻ നന്മ ചെയ്യാതെ നടക്കുന്നതിലുള്ള ആക്ഷേപത്തിൽ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആ ഉപദേശകനെ ഞാൻ സ്വീകരിച്ചിട്ടില്ല. നര വന്നാൽ തിന്മയിൽ നിന്നൊക്കെ മാറി നിന്ന് നന്മകൾ ധാരാളം ചെയ്തുകൊണ്ട് ആ ഉപദേശം തെറ്റിദ്ധരിക്കലിനെ തൊട്ട് എത്രയോ അകലെയാണ്. നര അബ്അദു ഫീ നുസ്ഹിൻ അനിത്തുഹമി, ഉപദേശത്തിൽ തെറ്റിദ്ധരിക്കലിനെ തൊട്ട് എത്രയോ ദൂരെയാണ്. നര വന്നാൽ തീർച്ചയായും അത് മരണത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ്. എന്നിട്ടും അതിനെ ഞാൻ സ്വീകരിച്ചിട്ടില്ല. പിന്നെയാണോ എന്നോട് നീ ഈ പ്രേമത്തിൽ ആക്ഷേപിക്കുന്നത് എന്നാണ് കവി പറയുന്നത്. അല്ലാഹു മുത്തുനബിയോടുള്ള പ്രേമം നമുക്കും നൽകട്ടെ.